അപ്പം നമ്മൾ ഇന്നൊരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആൽബത്തിലെ ഒരു പാട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണേ. അയ്യോ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്റ്റുഡിയോ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അവർ അത് സ്ഥലം മാറ്റിയിട്ട് പിന്നെ നേരത്തെ ലൈക്ക് ഈ റെൻ്റൊക്കെ കൊടുത്തിട്ടായിരുന്നു. പിന്നെ അവരുടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് അത് ചേഞ്ച് ആക്കി. അപ്പം അന്നത്തെ ഫസ്റ്റ് റെക്കോർഡിംഗ് ആയിരുന്നു നമ്മുടെ. അപ്പം ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് നമുക്ക് ഓൾറെഡി ഒരു വോയിസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ കുറച്ച് എന്തൊക്കെയോ പഠിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു, പാടി കേൾപ്പിച്ചു. നമ്മുടെ അംഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയും അംഗം വെട്ടാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താണ് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഒരു ഓപ്പൺ സ്റ്റേജിൽ പാടുന്നതും അതുപോലെ തന്നെ നമ്മളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി പാടുന്നതും വളരെ എന്താ പറയുക, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ വലിയ ഹൈ പിച്ചൊക്കെ എടുക്കണമെങ്കിലും അത്ര വോയിസിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെയുള്ള ചെറിയ വോയിസ് വരെ അവരെ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ്. നമ്മൾ പാട്ടിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും പാട്ട് പാടുന്നവരാണെങ്കിലും അതൊരു വലിയ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ എന്താണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി പാടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മീൻസ് നമ്മളത് എന്താണ് അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്താണ് നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ പാടുന്ന പാട്ടുകൾ മിക്കവാറും എന്താ അവർ പാടി വെച്ചിട്ടുള്ള പാട്ടുകളായിരിക്കും. അപ്പോൾ അത് നമുക്ക് പാടാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഇറക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ ഞാനതിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാട്ടൊക്കെ അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ എല്ലാവരും കൂടെ എന്നാൽ ചായ കുടിക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പാട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക്. അപ്പം അതാണ് എൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റെ കൂടെ പാടിയ ചേട്ടൻ ഈ ആൾ തന്നെയാണ് എന്താ അതിൻ്റെ ലൈൻസ് എഴുതിയതും ഡയറക്ഷനും എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ഇതേൻ്റെ ടീ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മളെല്ലാവരും കൂടെ എന്താണ് ഫുഡൊക്കെ കഴിച്ചു. ആ ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നല്ല, ജസ്റ്റ് ഒരു ചായയും ഒരു കടിയൊക്കെ കടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മൾ അങ്ങനെ ഒരു ദിവസത്തെ അംഗംവെട്ടിന് ശേഷം നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതുവരെയും കാണാത്തൊരു ആളെ കണ്ടില്ലേ, ഇതെൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ ഇതെൻ്റെ വീടാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.